പേരെടുത്ത് പറയുകയാണ് എന്തുകൊണ്ട് അമ്മ ഭാരവാഹിത്വത്തിൽ നിന്ന് സൂപ്പർ താരം മമ്മൂട്ടി അടക്കം പിന്മാറി. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലേക്ക് താരസംഘടന എത്താൻ സാധ്യതയുണ്ട് എന്ന് കണ്ടതുകൊണ്ടാണ് എന്ന് പറയുന്നത് സിനിമാ മേഖലയെ പ്രതിനിധീകരിക്കുന്ന ഒരാൾ കൂടിയാണ്. അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളാണ് പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നത് എന്നുള്ളത് വലിയ വിഷയം തന്നെയാണ്. ഇപ്പോൾ WCC ഭാരവാഹി ഡോക്ടർ ആശ ആച്ചി ജോസഫ് നമുക്കൊപ്പം ചേരുന്നു കൊച്ചിയിൽ നിന്ന്. ഡോക്ടർ ആശ, എങ്ങനെ കേസെടുക്കും, എങ്ങനെ FIR എടുക്കും, ഇതൊക്കെ ചോദിച്ചവരായിരുന്നു ഈ കഴിഞ്ഞ ചാനൽ ചർച്ചകളിലൊക്കെ കണ്ടത്. അതിനൊരു തീരുമാനമായി. ഹൈക്കോടതി ചോദിക്കുന്നു കേസെടുക്കണമെന്ന ഹർജിയിൽ സർക്കാരിന്റെ നിലപാട് എന്താണ്, പോലീസിന് നേരിട്ട് കേസെടുക്കാവുന്ന കുറ്റങ്ങളുണ്ടോ എന്നതടക്കം ചോദിക്കുന്നു. അതായത് ഒരുപക്ഷെ ഇതൊരു തിരുത്തൽ മാത്രമല്ല, കഴിഞ്ഞു പോയ പാസ്റ്റ് ക്രൈംസ് അതിനകത്ത് നടപടി ഉണ്ടാകും. ഒരുപക്ഷെ WCC അത്രയും പ്രതീക്ഷ ഉണ്ടായിരുന്നിരിക്കില്ല. രേവതി അടക്കമുള്ളവരൊക്കെ പറഞ്ഞത് അങ്ങനെ ഒരു പ്രതീക്ഷയല്ല എന്നാണ്. ആ റിപ്പോർട്ട് വന്ന സമയത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ കുറച്ചുകൂടെ പ്രതീക്ഷ തോന്നുന്നുണ്ടോ? കഴിഞ്ഞുപോയ കുറ്റകൃത്യങ്ങളിലേക്ക് പോലും വെളിച്ചം വീശും ഇനിയുള്ള ദിവസങ്ങൾ എന്നുള്ള പ്രതീക്ഷയുണ്ടോ നിങ്ങൾക്ക്? അപർണ, ഞാൻ ഇങ്ങോട്ട് വന്നിരുന്നേ ഉള്ളൂ. നമ്മള് സംസാരങ്ങളിൽ നിന്ന് സംസാരങ്ങളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാര്യങ്ങൾ വളരെ വളരെ പെട്ടെന്നാണ് നമ്മൾ ഈ കാര്യങ്ങളിൽ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിത് ഒന്ന് മനസ്സിലാക്കാൻ, ട്രാക്കിലാവാൻ കുറച്ച് നേരം എടുക്കുന്നുണ്ട്. അത് എല്ലാവർക്കും സ്വാഭാവികമായിട്ട്. ഇപ്പം ഞാനൊരു അധ്യാപികയാണ്. എന്നെ സംബന്ധിച്ച് എൻ്റെ ഇന്ന് സ്റ്റുഡൻസ് ചോദിക്കുന്നു എന്താണ്, അവർക്ക് തന്നെ മനസ്സിലാക്കാൻ വരുന്നേ ഉള്ളൂ. ഏറ്റവും ചെറിയ പ്രായത്തിലുള്ളവർക്ക് തന്നെ, അവരാണ് ഏറ്റവും പെട്ടെന്ന് മനസ്സിലാക്കുന്നത്, അവർക്ക് തന്നെ മനസ്സിലായി വരുന്നേ ഉള്ളൂ. അപ്പം നമ്മളെ സംബന്ധിച്ച് പിന്നെ WCCക്ക് യഥാർത്ഥത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ വളരെ ഓപ്പൺ ആയിട്ടുള്ള ഒരു സമീപനമാണുള്ളത്. അത് കോടതി ആയാലും ഗവൺമെൻറ് ആയാലും മറ്റ് ആരായാലും വി ആർ കംപ്ലീറ്റ്ലി റെഡി ടു കൊളാബറേറ്റ്. ഏതൊക്കെ രീതിയിൽ നമുക്ക് ഇതിനെ സഹായിക്കാമോ അങ്ങനെയാണല്ലോ നമ്മൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ചെയ്തത്. അപ്പോൾ ഹേമ കമ്മിറ്റിയോട് നമ്മൾ സഹകരിച്ചതുപോലെ ഇനി എന്തൊക്കെയാണ് മുന്നോട്ട് പോകാനായിട്ട് ആവശ്യമുള്ളത് അതിലെല്ലാതും നമ്മൾ കംപ്ലീറ്റ് ഓപ്പൺലി സഹകരിക്കാൻ തയ്യാറാണ്. അതിൻ്റെ ഒറ്റ കാരണമേ ഉള്ളൂ, യഥാർത്ഥത്തിൽ ഈ ഇൻഡസ്ട്രി വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ഹെൽത്തിലേക്ക് എത്തിച്ചേരുക, അത് മാത്രമാണ് നമ്മുടെ ഉദ്ദേശം. അതിനെന്തും ചെയ്യാൻ നമ്മൾ ഒരുക്കമാണ്. അപ്പോൾ ഇത് WCC കാലാകാലങ്ങളായിട്ട് പറയുന്നതാണ്. നമുക്കറിയാം 2017 മുതൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ എപ്പോഴും സെക്ഷൽ ഹാരസ്മെന്റ് വരെ വന്ന് നിങ്ങൾ നിൽക്കുകയാണ്. കാരണം നമുക്ക് അതിനപ്പുറം സ്ത്രീകൾക്ക് ഒരു സ്വപ്നമുണ്ടെന്ന് തന്നെ മനസ്സിലാക്കാനായിട്ട് ഏറെ വൈകിക്കൊണ്ടിരിക്കുകയാണ്. അത് പലപ്പോഴും ഇപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് സിനിമ ഇൻഡസ്ട്രിയിൽ മാത്രമാണോ, ബാക്കി ഉള്ളിടത്തൊക്കെ ഇല്ലേന്ന്. സിനിമ ഇൻഡസ്ട്രിയുടെ പ്രത്യേകത നമുക്കറിയാം. നമുക്ക് ഈ സ്ത്രീകളുടെ ശരീരം എന്നുള്ളതിന് അപ്പുറമായിട്ട് പോകാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ്? അവരും ക്രിയേറ്റീവ് ബീയിങ്സ് ആണെന്ന് വിചാരിക്കാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ്? അവർക്കും അങ്ങനത്തെ സ്വപ്നങ്ങളുണ്ടെന്ന് എന്തുകൊണ്ടാണ് തിരിച്ചറിയാൻ വൈകുന്നത്? നമുക്കിവിടെ ഒന്നിനും ക്ഷാമമില്ല. സാഹിത്യകാരികളുണ്ട്, നമുക്ക് ചിത്രകാരികളുണ്ട്, നമുക്ക് വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള സ്ത്രീകളുണ്ട്. അവരും പുരുഷന്മാരുടെ തോളോട് തോൾ ചേർന്ന് വർക്ക് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, പ്രത്യേകിച്ച് കേരളത്തിൽ. അപ്പം അങ്ങനെ ഒരു സ്ഥലത്ത് നമുക്ക് ഈ ഒരു കാര്യം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തു തരം എഫർട്ടിനും WCC തയ്യാറാണ്. അതാണ് ഏറ്റവും പോളിസി വൈസ് നമ്മുടെ ഒരു തീരുമാനം. അല്ലെങ്കിൽ ഡോക്ടർ ആശ എന്നോട് ക്ഷമിക്കണം, ഞാനൊന്ന് ഇടപെടുന്നത് എനിക്കൊരു ക്ലാരിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ റിപ്പോർട്ട് വന്നതിന് ശേഷം 3 ദിവസമായിട്ട് WCC എന്താണ് ആഗ്രഹിക്കുന്നത്? തിരുത്തലുണ്ടാകും. ഞാൻ നേരത്തെ പറഞ്ഞു, തുടക്കം മുതൽ പറയുന്നു, നടി രേവതി അടക്കമുള്ളവർ പറയുന്നു
തിരുത്തലുണ്ടാവണം, ഞങ്ങൾക്ക് ഇതിനകത്തൊരു തിരുത്തലുണ്ടാവണം, താങ്കൾ പറഞ്ഞതുപോലെ പ്രൊഫഷണൽ ഡിസിപ്ലിൻ ഉണ്ടാകണം സിനിമാ മേഖലയിൽ എന്ന് പറയുന്നു. അതിനപ്പുറത്തേക്ക് ഈ നടന്ന കുറ്റകൃത്യങ്ങളിൽ നടപടി ഉണ്ടാകണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? പെരുവഴിയിൽ ഇറങ്ങി നടന്നാൽ ബലാത്സംഗം ചെയ്യപ്പെടും എന്നൊരു സ്ഥിതി വരുന്നു. ആ ബലാത്സംഗം ചെയ്യപ്പെട്ട ഇരകൾ ജീവിച്ചിരിക്കുന്നു, അവരതിന്റെ ടോർച്ചറുകൾ അനുഭവിക്കുന്നു. അപ്പോൾ ഇങ്ങനെ പെരുവഴിയിൽ ഇറങ്ങി നടന്നാൽ ബലാത്സംഗം ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാകരുത്, അത് വ്യക്തം. അങ്ങനെ ആ ലൈംഗികാതിക്രമം നടത്തിയവർക്കെതിരെ നടപടി വേണ്ടേ എന്ന് സമൂഹം ചോദിക്കുമല്ലോ, അതാണ് ചോദിക്കുന്നത്. WCC ഈ പാസ്റ്റ് ക്രൈംസിന് നടപടി വേണം എന്ന് വിചാരിക്കുന്നില്ലേ ഒട്ടും? നമുക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കാനായിട്ട് കുറച്ച് ലീഗൽ ടെക്നിക്കൽ അണ്ടർസ്റ്റാൻഡിങ് ആവശ്യമാണ്. അല്ലാതെ നമുക്ക് തീർച്ചയായിട്ടും ഇത് മാത്രമേ ആഗ്രഹമുള്ളൂ, ജസ്റ്റിസ് പ്രിവെയിൽ ചെയ്യണം എന്നുള്ളതാണ്, നീതി നടപ്പാകണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. പക്ഷേ പലരും പല പോയിന്റ്സ് ഓഫ് വ്യൂവിൽ നിന്നാണ് റിപ്പോർട്ടിൽ സഹകരിച്ചിരിക്കുന്നത്, ഹേമ കമ്മിറ്റിയോട് സഹകരിച്ചിരിക്കുന്നത്. അപ്പോൾ അതാത് സ്ത്രീകൾക്ക് അവരവരുടേതായ രീതിയിൽ പ്രതികരിക്കാനും അവർക്ക് മുന്നോട്ട് പോകാനും ഉള്ള സാഹചര്യവും ഓപ്പണിങ്സും ഉണ്ടാവണം. അതിന് WCC അതാണ് ആഗ്രഹിക്കുന്നത്, അതിൽ യാതൊരു സംശയവുമില്ല. അതിൽ ആരൊക്കെ നമ്മളോട് സഹകരിക്കുന്നോ അവരുമായിട്ടൊക്കെ ചേർന്ന് എന്തൊക്കെ ചെയ്യണമോ അതൊക്കെ ചെയ്യാൻ നമ്മൾ റെഡിയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഇപ്പം ഞാൻ ആലോചിക്കുന്ന ഒരു വേർഡിക്റ്റിനെ കുറിച്ചിട്ടാണ്. ഒരു സുപ്രീം കോടതി വേർഡിക്റ്റ് ഉണ്ട്, അതായത് മേരി റോയുടെ കേസിൽ ക്രിസ്ത്യൻ പിന്തുടർച്ചാവകാശ നിയമത്തെക്കുറിച്ചൊരു വേർഡിക്റ്റ് ഉണ്ട്. മേരി റോയ് കൊടുത്തത് അവർ കൊടുത്തത് ക്രിസ്ത്യൻ സ്ത്രീകൾക്കും പുരുഷന്മാരെ പോലെ പിന്തുടർച്ചാവകാശം വേണം. ഞാനിത് പരാമർശിക്കുന്നത് കോടതി അത് റിട്രോസ്പെക്റ്റീവ് ഇഫക്റ്റിൽ കൊടുത്തു. അത്രയും അവർ പറഞ്ഞിരുന്നു എങ്കിൽ പോലും കോടതി അതിൽ വളരെ കൺസേൺഡ് ആയിട്ട് റിട്രോസ്പെക്റ്റീവ് ഇഫക്റ്റിൽ ഈ കാര്യം ചെയ്തു. അതുപോലെ റിട്രോസ്പെക്റ്റീവ് ഇഫക്റ്റിൽ ഇത് നമ്മൾ 90-95 വർഷമായ ഇൻഡസ്ട്രിയിൽ നമ്മൾ ഈ റിട്രോസ്പെക്റ്റീവ് ഇഫക്റ്റ് നമ്മൾ എത്ര ആഗ്രഹിച്ചാലും അതിന് ടെക്നിക്കലായിട്ടും ലീഗലായിട്ടുള്ള നൂലാമാലകൾ ഒന്നും ഇല്ലാത്തടത്തും നമ്മൾ നൂലാമാലകൾ പറയുകയാണ്. പല നീതി നിഷേധങ്ങളുടെ കഥ അതാണ്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ റിട്രോസ്പെക്റ്റീവ് ഇഫക്റ്റിൽ ഇത് ചെയ്യാൻ പറ്റിയ നല്ലതാണ്. ബട്ട് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ വിമൻ whether they want it or not, or they just want to continue as they are. ഇതൊക്കെ സ്ത്രീകളുടെ തീരുമാനമാണ്. അതിലാണ് അതൊരു തീരുമാനമാണ്. അതായത് ഈ മൊഴി നൽകിയവർ മുന്നോട്ട് വന്ന് പരാതി നൽകുമോ എന്നൊരു ചോദ്യം അതിനകത്തുണ്ട്. അതിന്റെ ഉത്തരം കൂടിയാണ് പറയുന്നത്. ഞാൻ താങ്കളിലേക്ക് തിരികെ എത്താം. രാഹുൽ ഈശ്വർ,